ഹെവൻലി ഹെർട്ട് സ്റ്റോറീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിഷ്ണു. നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ സംസാരിക്കാൻ പോകുന്നത് കേരളത്തിലെ ക്ഷീരമേഖല അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നത്തെക്കുറിച്ചാണ്. അത് മറ്റൊന്നുമല്ല, ലേബർ ഷോർട്ടേജാണ്. നമ്മൾ കേരളത്തിൽ പലയിടത്തും സഞ്ചരിച്ച സമയത്ത് നമ്മൾ പല ആൾക്കാരുടെ അനുഭവങ്ങൾ നമ്മളോട് ഷെയർ ചെയ്ത സമയത്ത് നമ്മൾ അറിഞ്ഞതാണിത്. ലേബർ ഷോർട്ടേജ് കാരണം പല സ്ഥലത്തും ഇന്ന് ഫാമുകൾ അടച്ചുപൂട്ടുകയാണ്. അതുപോലെ തന്നെ ലക്ഷങ്ങളുടെ നഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട് ആൾക്കാർ മനസ്സ് മടുത്തിട്ട് നിർത്തുന്നൊരവസ്ഥയാണ് കേരളത്തിലുള്ളത്. നമ്മൾ കുറച്ചു കാലം മുന്നേ, ഒരു 4-5 വർഷം മുന്നേ വരെ നമ്മളൊന്ന് പിന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം, 15,000 മുതൽ 20,000 രൂപ വരെ കൊടുത്തിട്ട് നമുക്ക് അന്യസംസ്ഥാന തൊഴിലാളികളുടെ കേരളത്തിലെ ഫാമുകളിൽ ജോലിക്ക് കിട്ടുമായിരുന്നു. പക്ഷേ ഇന്ന് ഏകദേശം 50,000 രൂപ വരെ കൊടുത്തിട്ട് കേരളത്തിൽ പല സ്ഥലത്തും അന്യസംസ്ഥാന തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ 50,000 കൊടുത്തിട്ടും ആളെ കിട്ടാനില്ലാത്തൊരവസ്ഥയിൽ പല സ്ഥലങ്ങളിലും ഫാം നിർത്തിപ്പോകുന്ന ആൾക്കാരുടെയും നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ പരിചയപ്പെട്ടു. അങ്ങനെ അവരുടെയൊക്കെ അവസ്ഥ അതുപോലെ തന്നെ അനുഭവങ്ങൾ നമ്മൾ അറിഞ്ഞപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുറച്ചായിട്ട് നമ്മൾ വീഡിയോകളൊന്നും കണ്ടിന്യൂസ് ആയി ചെയ്യുന്നില്ല, കാരണം ജോലിയുടെ തിരക്ക് കാരണമാണ്. അപ്പോൾ കിട്ടുന്ന ചെറിയൊരു ഷോർട്ട് ഗ്യാപ്പിലാണ് നമ്മൾ പലപ്പോഴും ട്രാവൽ ചെയ്യാറ്, അതുപോലെ തന്നെ വീഡിയോ ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ഇന്ന് മഴ ഇവിടെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങളുടെ വീഡിയോയിൽ ഈ മഴയുടെ സൗണ്ട് കേൾക്കാം. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക, നമ്മൾ ഇതിൻ്റെ ഇടയിലൂടെ നമ്മൾ ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ പല ആൾക്കാരോടും സംസാരിച്ചു. അപ്പോൾ അവരുടെ അനുഭവത്തിൽ നിന്നാണ് നമ്മൾ ഇത് കൂടുതൽ നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കണമെന്ന് മനസ്സിലായത്. അങ്ങനെ ഈ ക്ഷീര കർഷകരോടും അതുപോലെ തന്നെ ചില ലേബേഴ്സിനോടും അതുപോലത്തെ ഏജൻസിനോടൊക്കെ നമ്മൾ സംസാരിച്ച സമയത്ത് നമ്മൾ മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, ഇത് വളരെ കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. കാരണം നമ്മൾ ലേബേഴ്സിൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. പലരും വിചാരിക്കും അതൊരു പല സ്ഥലങ്ങളിലും നമ്മളിപ്പോൾ ലേബേഴ്സിൻ്റെ അത് ഷോർട്ടേജ് വരുന്നത് അത് നോർമലായിട്ട് സപ്ലൈയിൽ വരുന്ന ഷോർട്ടേജ് കൊണ്ടാണെന്ന്. പക്ഷെ അങ്ങനെയല്ല, അത് കോർഡിനേറ്റഡ് ആയിട്ടുള്ളൊരു എഫേർട്ടാണ് അവരുടെ ഭാഗത്തു നിന്ന്. കാരണം ഈ ലേബേഴ്സ് തമ്മിൽ വളരെയധികം കോർഡിനേറ്റഡ് ആണ്. അവർക്ക് വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, സംഘടനയുണ്ട്, അതുപോലെ തന്നെ അവർ തമ്മിൽ വളരെ നല്ലൊരു കണക്ഷനുണ്ട്. പല ഫാമുകളും ലേബേഴ്സിന് ഇഷ്ടപ്പെടാതെ അവരവിടെ നിന്ന് പോവുകയാണെങ്കിൽ, അതുപോലെ തന്നെ ചിലപ്പം ഫാം ഓണേഴ്സുമായിട്ട് പേഴ്സണലായിട്ടുള്ള വൈരാഗ്യം ഉണ്ടാവുകയാണെങ്കിൽ പോലും അവരവരുടെ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തിട്ട് ആ ഫാമിനെ ഒരു ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ അവർ ചെയ്യുന്നുണ്ട്. അതുമൂലം പിന്നെ ആ ഭാഗത്തേക്ക് ലേബേഴ്സ് വരാനില്ല. അതുപോലെ തന്നെ പല ഏജൻസുമായിട്ട് നമ്മൾ പല രീതിയിൽ നമ്മൾ ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ ഏജൻസ് തന്നെ പല ഫാമുകളും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടേക്ക് സപ്ലൈ ചെയ്യാതെ വരുന്നൊരവസ്ഥയിൽ പലരും വളരെയധികം ബുദ്ധിമുട്ടിയിട്ട് ഫാം എവിടെ എത്തിക്കാൻ പറ്റാതെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ കളഞ്ഞിട്ട് മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് ഈ മേഖല വിടുന്നുണ്ട്. ഈ പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിച്ച സമയത്ത് നമ്മൾ അറിഞ്ഞതാണ്. കാരണം സംസ്ഥാന സർക്കാരോ മറ്റ് സംഘടനകളോ ഒന്നും തന്നെ ഇതിന് ഇടപെടുന്നില്ല. കേരളത്തിൽ വേറൊരു പ്രശ്നമാണെങ്കിൽ, വേറൊരു മേഖല നേരിടുന്ന പ്രശ്നമാണെങ്കിൽ ഇന്ന് പലരും ന്യൂസ് ചാനലുകളോ അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കന്മാരോ സാമൂഹിക മേഖലയിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇടപെട്ടിട്ട് ആ പ്രശ്നത്തിന് സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് പല രീതിയിലൂടെ ശ്രമിക്കും. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് കർഷകർ കഷ്ടപ്പെടുകയാണ്. അവർ തമ്മിൽ തന്നെ ഒരു കോർഡിനേഷൻ ഇല്ല. അവർ വിചാരിക്കുന്നത് എനിക്ക് മാത്രമുള്ള പ്രശ്നമാണെന്നാണ് പലരെയും ധാരണ. പക്ഷേ ഇത് കേരളത്തിൽ ഉടനീളം എല്ലാ കർഷകരും അനുഭവിക്കുന്ന പ്രശ്നമാണെന്ന് പലരും തിരിച്ചറിയുന്ന പോലും ഇല്ല. അത്തരത്തിലവസരത്തിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ റെഡിയായത്. ഇങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് തന്നെ അതുപോലെ തന്നെ ഞാനൊരു വ്യക്തിയെ കണ്ടു. അദ്ദേഹം പശുക്കളോടുള്ള സ്നേഹം മൂലം ഒരു ഫാം തുടങ്ങിയതായിരുന്നു. കുറച്ചെണ്ണത്തിൽ തുടങ്ങിയപ്പോൾ ഏകദേശം 10 എണ്ണത്തിൽ തുടങ്ങി, ഇപ്പോൾ ഏകദേശം 10-30 എണ്ണമായി. ആ സമയത്ത് അദ്ദേഹത്തിനും ഇഷ്യൂ വന്നു. അങ്ങനെ ആണ് അദ്ദേഹം ഈ പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ കാണുന്നുള്ള രീതി മുന്നിട്ടിറങ്ങിയത്. അദ്ദേഹം ഒരു സംഘടനയെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ആ സംഘടന എന്ന് പറഞ്ഞാൽ ഏകദേശം 160ഓളം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അപ്പോൾ അദ്ദേഹം ആ സംഘടനയുമായി ബന്ധപ്പെട്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണാമെന്നുള്ള രീതിയിൽ ഒരു കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിച്ച സമയത്ത് പറഞ്ഞു. അദ്ദേഹത്തിന് വേറെ മോട്ടിവേഷൻസ് ഒന്നുമില്ല, ഇത് ഈ പ്രശ്നം സോൾവ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. സംസാരിച്ച സമയത്ത് കമ്മീഷന് വേണ്ടിയിട്ടോ അതോ പണത്തിന് വേണ്ടിയിട്ടോ അല്ല, അദ്ദേഹത്തെ പോലെ തന്നെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇതിനിറങ്ങിയത്. കാരണം 1-2 പശുക്കളുള്ള ആൾക്കാർക്ക് പലപ്പോഴും ഈ പ്രശ്നം തിരിച്ചറിയേണ്ടി വരില്ല. കാരണം നമ്മളെ വീട്ടിലെ ഭാഗമായി തന്നെ നിന്നുകൊണ്ട് നമുക്ക് ആ പശുക്കളെ പരിപാലിക്കാനും അതുപോലെ തന്നെ കൊണ്ടുനടക്കാനും പറ്റും. പക്ഷേ ഒരു 10 പശുക്കളോ അത് കൂടുതലാകുമ്പോൾ മറ്റൊരാളുടെ ആവശ്യം, സഹായം ഇതിന് വേണ്ടി വരുന്നുള്ള രീതിയിലാവുന്ന സമയത്ത് നമ്മൾ ശരിക്കും ഈ ലേബേഴ്സിനെ ഡിപ്പെൻഡൻ്റ് ആണ്. കാരണം കേരളത്തിലുള്ള പല യുവാക്കളും അതുപോലെ തന്നെ പലരും ജോലി ഇല്ലാതെ നടക്കുന്ന ആൾക്കാർ പോലും ഈ മേഖലയിലേക്ക് ഇറങ്ങാനോ അതുപോലെ തന്നെ ഫാമിൽ സഹായിക്കാനുള്ള രീതിയിലോ
ശമ്പളം അത്രയും കൂടുതലുണ്ട്, എന്നിട്ട് പോലും പ്രവർത്തിക്കാൻ റെഡിയല്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ശരിക്കും നമ്മൾ ഈ കർഷകരെല്ലാവരും അന്യസംസ്ഥാന തൊഴിലാളികളായി ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇത് തിരിച്ചറിഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ സംഘടനയായി പ്രവർത്തിച്ച് ഈ വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് നമ്മുടെ രീതികൾ മനസ്സിലാക്കി കൊടുത്ത് ഒരു എല്ലാവർക്കും അഫോർഡബിളായ രീതിയിൽ ഈ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലുള്ള ഈ മേഖല വളരെയധികം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കാരണം വളരെയധികം ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നൊരു മേഖലയാണ്. നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് തന്നെ കേരളത്തിലധികം നമുക്കറിയാം ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇല്ല. കാർഷിക മേഖലയും മറ്റു മേഖല ക്ഷീരമേഖല അല്ലാത്ത മേഖലകളിലൊക്കെ തളർച്ചയാണ്, അധികം ജോലികളില്ല, അതുപോലെ ആരും ചെയ്യുന്നില്ല. അപ്പം പിന്നെയും പിടിച്ചു നിൽക്കാവുന്ന ഒരു മേഖല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ക്ഷീരമേഖലയാണ്. അപ്പോൾ ആ മേഖലയെ നിലനിർത്താനുള്ള രീതിയിൽ നല്ലൊരു എഫേർട്ട് അദ്ദേഹം എടുക്കുന്നത് കണ്ടതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറായത്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മൾ വരുന്ന എപ്പിസോഡുകളിൽ പറയും. ഇപ്പോൾ ഞാൻ അതിൻ്റെ പേരുകളോ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പറയാത്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അദ്ദേഹത്തുമായി കുറച്ചുകൂടി മനസ്സിലാക്കിയ ശേഷം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഈ ചാനലിലൂടെ തന്നെ നമ്മൾ എത്തിക്കും. അപ്പോൾ ഈ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പക്ഷേ നിങ്ങളെല്ലാവരും കാണണം. സാധാരണയായിട്ട് നിങ്ങൾക്ക് എല്ലാം അറിയാം, നമ്മൾ നാടൻ പശുക്കളെ കുറിച്ച് മാത്രമാണ് സംസാരിക്കാറ്. നാടൻ പശുക്കളോടുള്ള സ്നേഹം കൊണ്ടും അവയുടെ ഗുണഗണങ്ങൾ അറിഞ്ഞുകൊണ്ടും അതിനെക്കുറിച്ചുള്ള കഥകൾ നിങ്ങളെ എത്തിക്കാൻ വേണ്ടിയാണ് ഈ ചാനൽ തുടങ്ങിയത്. പക്ഷേ ഇന്ന് നമുക്ക് നെഗറ്റീവ് സംസാരിക്കാനോ ഈ പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങളെ മുന്നിൽ എത്തിക്കാനോ ആഗ്രഹമുള്ളതുകൊണ്ടല്ല. പല ആൾക്കാരുടെയും ജീവിതത്തിൻ്റെ ഒരു പ്രശ്നമാണിത്. അവരുടെ ജീവിത ഉപാധി തന്നെ നിൽക്കുന്ന രീതിയിലുള്ള ഒരു അവസ്ഥ കാണുന്ന സമയത്ത് ആ സങ്കടം കാണുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോ ഇറക്കുന്നതും നിങ്ങളോട് സംസാരിക്കുന്നതും. അതുകൊണ്ട് നമ്മൾ വരുന്ന എപ്പിസോഡുകളിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ സൊല്യൂഷനെ കുറിച്ചും എന്താണെന്നും ഈ ചാനലിലൂടെ തന്നെ നിങ്ങളിലേക്ക് അറിയിക്കും. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾ അടുത്ത വീഡിയോ വെയിറ്റ് ചെയ്യുക.